2014 ന്യൂജേഴ്സിയിലെ വെസ്റ്റ്ഫീൽഡിൽ ഒരു കുടുംബം അവരുടെ സ്വപ്നഭവനം വാങ്ങി. എന്നാൽ പിന്നീട് സംഭവിച്ചത് ഒരു യഥാർത്ഥ പേടിസ്വപ്നമായിരുന്നു. താമസം മാറിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ദി വാച്ചർ എന്ന് സ്വയം വിളിക്കുന്ന ഒരാൾ ഒപ്പിട്ട അജ്ഞാത കത്തുകൾ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. കുടുംബത്തിന്റെ ദിനചര്യകളെക്കുറിച്ചുള്ള അസ്വസ്ഥജനകമായ വിശദാംശങ്ങൾ കത്തുകൾ വെളിപ്പെടുത്തി തലമുറകളായി വീട് നോക്കുന്നതിനെ പരാമർശിച്ചു. കുട്ടികളെ രക്തം കുടിക്കാൻ ഉപയോഗിക്കുമോ എന്ന് പോലും ഒരു കുറിപ്പിൽ ചോദിച്ചു. പരിഭ്രാന്തരായ കുടുംബം ഒരിക്കലും താമസം മാറി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ പിന്തുടരുന്നയാളെ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. സംശയിക്കപ്പെടുന്നവരും നിരീക്ഷണവും ഉണ്ടായിരുന്നിട്ടും കേസ് പരിഹരിക്കപ്പെട്ടിട്ടില്ല. ശാപങ്ങൾ, ഗൂഢാലോചനകൾ അല്ലെങ്കിൽ വിപുലമായ തട്ടിപ്പുകൾ എന്നിവയുടെ കിംവദന്തികൾക്ക് ആക്കം കൂട്ടി. കഥ രാജ്യത്തെ ആകർഷിച്ചു. ഒരു നെറ്റ്ഫ്ലിക്സ് പരമ്പരയിലേക്ക് പോലും ഇത് രൂപാന്തരപ്പെടുത്തി. ദി വാച്ചർ ഒരു പകയോ തമാശക്കാരനോ അല്ലെങ്കിൽ കൂടുതൽ ദുഷ്ടമായ മറ്റെന്തെങ്കിലുമോ ഉള്ള ഒരു അയൽക്കാരനായിരുന്നു. ആ രഹസ്യം നിലനിൽക്കുന്നു. വീട് ഉപേക്ഷിക്കുന്നു. അതിന്റെ ഇരുണ്ട രഹസ്യങ്ങളും പലരുടെയും മനസ്സിൽ എന്നേക്കുമായി വേട്ടയാടുന്നു.